Good morning, students. Today we are going to the next topic, that is principles of presentation. In the last class, we have explained financial elements, recognition of financial elements and its measurement. Now let's move on to the principles of presentation of financial elements in the financial statements. അതായത് ഫിനാൻഷ്യൽ എലമെൻ്റ് ആയിട്ടുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, വിച്ച് ആർ ദ വേസ് യൂസ് ടു പ്രസൻറ്റ് ദ ഐറ്റംസ്, അതെങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലയൻസ് വിത്ത് IFRS. ഫെയർ പ്രസൻറ്റേഷൻ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓരോ ഐറ്റത്തിൻ്റെയും പ്രസൻറ്റേഷൻ ഫെയർ ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതായത് കറക്റ്റായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. കറക്റ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ദി എമൗണ്ട് ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി കറക്റ്റ്. അത് ഒരു എറേഴ്സും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കറക്റ്റ് എമൗണ്ടിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാം. അത് നമ്മൾ ഫെയർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് IFRS. IFRSൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ അതേ ഫോമാറ്റിൽ ഫെയർ ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇസ് കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സെയിം ഫ്രം പീരിയഡ് ടു പീരിയഡ്. അതായത് ഒരു പീരിയഡിൽ നിന്ന് നെക്സ്റ്റ് പീരിയഡിൽ നമ്മൾ ഐറ്റംസ് കാണിക്കുമ്പോൾ ആ പ്രസൻറ്റേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ സെയിം ആയിരിക്കണം. അൺലെസ് ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഇൻ IFRS. IFRSൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ സെയിം ഐറ്റം അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിലും നെക്സ്റ്റ് പീരിയഡിലും നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡിലും അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഐറ്റം പ്രസൻറ്റ് ചെയ്യേണ്ടത്. So consistency of presentation means the items, the presentation and classification of items shall be same from one period to the next unless there is a requirement of change in IFRS. IFRSൽ ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ സെയിം ഐറ്റം ഒരേപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഇയറിലും നമ്മൾ കാണിക്കേണ്ടത്. Then third principle is materiality and aggregation. Materiality means similar items, similar nature ആയിട്ടുള്ളത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കാം. ഈച്ച് മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റം മസ്റ്റ് ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓരോന്നും വേറെ വേറെ തന്നെ നമ്മൾ കാണിക്കാം. ഡിസിമിലർ ഐറ്റംസ് ഉണ്ടെങ്കിൽ they may be aggregated only if they are individually immaterial. അത് നമ്മൾ aggregated ചെയ്ത് കാണിക്കാൻ പാടില്ല. What is the meaning of aggregation? അത് ടോട്ടലായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചിരിക്കണം. ഫുൾ ഡിസ്ക്ലോഷർ നമ്മൾ ബുക്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചിരിക്കണം. സോ സിമിലർ നേച്ചർ ആയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കാം. ഡിസിമിലർ ഐറ്റംസ് ഉണ്ടെങ്കിൽ they may be aggregated only if they are individually immaterial. ഇൻഡിവിജ്വലി ഓരോ ഐറ്റവും ഇമ്മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഓരോ ഐറ്റവും കാണിക്കേണ്ടത്. Then next principle is offsetting. അതായത് നമ്മൾ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് പോവുക, ഈക്വലാക്കി പോവുക.
അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എസെറ്റ്, ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് മേ നോട്ട് ബി ഓഫ്സെറ്റ് അൺലെസ് ഇറ്റ് ഇസ് പെർമിറ്റഡ് ബൈ IFRS. IFRSൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓരോ ഐറ്റവും നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രാൻസാക്ഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് കാണിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ബാലൻസ്, അതായത് ഒരു ഡെബിറ്റിനൊരു ക്രെഡിറ്റ് എന്നുള്ള നമ്മൾ അതിങ്ങനെ ഓഫ്സെറ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് കാണിച്ചു പോകാൻ പാടില്ല. ആ കറക്റ്റ് എമൗണ്ട് എന്താണോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ ഫോർത്ത് പ്രിൻസിപ്പിൾ, ഓഫ്സെറ്റിംഗ് മീൻസ് asset, liabilities, income and expense may not be offset unless it is permitted by IFRS. Then fifth principle is comparative information. Comparative information എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് പീരിയഡിൽ ഉണ്ടാവുന്ന എല്ലാ എമൗണ്ട്സും കറക്റ്റായിട്ട് ബുക്സിൽ കാണിച്ചിരിക്കണം. Comparative information should be presented and disclosed correctly. അതായത് IFRSൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കാണിക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കമ്പാരറ്റീവ് ഇൻഫർമേഷൻ? അതായത് പ്രീവിയസ് പീരിയഡിലെയും ഈ പീരിയഡിലെയും എമൗണ്ടിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാണിക്കുക. ഓരോ ഇയറിൻ്റെ നമ്മൾ കമ്പയർ ചെയ്ത് കാണിക്കുക. അപ്പോൾ IFRSൽ പറയുന്നത് ഓരോ ഐറ്റത്തിൻ്റെയും കമ്പാരറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കണമെങ്കിൽ IFRSൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞിരിക്കണം. അപ്പോൾ IFRS റിക്വയർ ചെയ്യുന്നത് എല്ലാ ഐറ്റംസും നമ്മൾ കമ്പാരറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ കാണിച്ചിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ആൻഡ് പ്രസൻറ്റഡ് കറക്റ്റ്ലി. Then next principle is structure of statement of financial position. Statement of financial position എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഐറ്റംസ് കാണിക്കുക? എസെറ്റ്, ലയബിലിറ്റി. ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കാണിക്കും. ഒരു സൈഡിൽ എസെറ്റും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലയബിലിറ്റീസും ആണ് കാണിക്കുക. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസെറ്റ് സൈഡിലാണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാം? ആദ്യം നോൺ കറൻറ്റ് ഐറ്റംസ്, അതായത് ഫിക്സ്ഡ് ഐറ്റംസ് കാണിക്കുക, ഫിക്സ്ഡ് എസെറ്റ്സ് കാണിക്കുക, പിന്നെ കറൻറ്റ് എസെറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ടേം യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡ് എസെറ്റിന് നോൺ കറൻറ്റ് എസെറ്റ്, കറൻറ്റ് എസെറ്റ്. സെയിം വേ ലയബിലിറ്റീസിലും നമുക്ക് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, കറൻറ്റ് ലയബിലിറ്റീസ്, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കാം. സോ സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ മീൻസ് assets and liabilities should be classified as current and non-current. നമ്മൾ എപ്പോഴാണ് ഒരു എസെറ്റ് കറൻറ്റ് എന്ന് പറയാം? ഇഫ് ദാറ്റ് എസെറ്റ് ഇസ് റിയലൈസ്ഡ് വിത്തിൻ 12 months, വിത്തിൻ 1 year നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എസെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കറൻറ്റ് എസെറ്റ് എന്ന് പറയും. നോൺ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പീരിയഡ് ഇസ് മോർ ദാൻ 1 year, മോർ ദാൻ 12 months ഉള്ള ഒരു എസെറ്റ് ആണെങ്കിൽ നമ്മളതിന് നോൺ കറൻറ്റ് എസെറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എസെറ്റ് എന്ന് പറയും. സെയിം വേ ലയബിലിറ്റിയിലും നമുക്ക് പറയാം നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ്. Another principle is line items. Line items-ൽ പറയുന്നത് all the items should be included in the statement of financial position. Then which are the items? Like property, plant and equipment, investment, intangible assets, biological assets, financial assets, ഇൻവെൻട്രീസ്. നമ്മൾ ട്രഡീഷണൽ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റത്തിനെ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയും, ഇൻവെൻട്രീസ്. ദെൻ ഡെറ്റേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ട്രേഡ് റിസീവബിൾസ്.
ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്കിനെ നമ്മളിവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ദെൻ assets which are held for sale. ദെൻ ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞത്. ദെൻ പ്രൊവിഷൻസ് എക്സെട്ര. ഇപ്പോൾ ലൈൻ ഐറ്റംസ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എസെറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് നോൺ കറൻറ്റ് എസെറ്റിൽ വരുന്നതാണ് പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഇൻടാഞ്ചിബിൾ എസെറ്റ്. പിന്നെ ഫിനാൻഷ്യൽ എസെറ്റ്, ബയോളജിക്കൽ എസെറ്റ്. പിന്നെ കറൻറ്റ് എസെറ്റിൽ വരുന്നതാണ് ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതേസമയം ലയബിലിറ്റീസിൽ നമ്മൾ കാണിക്കുന്നതാണ് ട്രേഡ് പേയബിൾസ്, പ്രൊവിഷൻസ്, ടാക്സ് ലയബിലിറ്റീസ്. അതിൽ 2 ടൈപ്സ് ഉണ്ട്, ഡെഫേർഡ് ടാക്സും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ, സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദ ഐറ്റംസ് വിച്ച് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്, ദറ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കേണ്ട ഐറ്റത്തിന് നമ്മളിവിടെ ലൈൻ ഐറ്റംസ് എന്ന് പറയും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫോർമാറ്റിൽ പറയുന്നത്, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ പറയുന്നത് assets and liabilities can be presented as first current asset, then first current items, then non-current items. Otherwise we can show net asset presentation. What is net asset? Net asset എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ട് കാണിക്കുക. asset minus liability is known as net asset. So items presented in the balance sheet can be as current, then non-current, or they can use another method, that is net asset presentation method. Net asset presentation എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പോൾ ഈ രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എൻറ്റിറ്റി ഫോളോ ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡായിരിക്കും അവർ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നത്. ആ എൻറ്റിറ്റീൻ്റെ ലൈഫ് ടൈം ഫുൾ അവർ അതേ ഫോമാറ്റിൽ തന്നെയായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ another principle is statement of profit or loss and other comprehensive income. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പറയുന്നത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ? ടോട്ടൽ ഇൻകംസ് ആൻഡ് എക്സ്പെൻസ്. ആ ഇൻകത്തിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് ലെസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ. ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കാണിക്കുന്നതാണ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നതാണ്. പ്രോഫിറ്റ് ഓർ ലോസിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് റീക്ലാസിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് IFRS പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ നിന്നാണ് നമ്മളത് കാണിക്കേണ്ടത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് ദ ടോട്ടൽ ഓഫ് ഇൻകം ലെസ് എക്സ്പെൻസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഇസ് ദ ഐറ്റം ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്രോപ്രിയേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ വരുന്നത്. ചോയ്സ് ഇൻ പ്രസൻറ്റേഷൻ ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്. ചോയ്സ് ഇൻ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി ക്യാൻ ചൂസ് ദ വേ ഓഫ് പ്രസൻറ്റേഷൻ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എങ്ങനെ വേണം എന്നുള്ളത് ആ എൻറ്റിറ്റിക്ക് ഡിസൈഡ് ചെയ്യാം. അതിൽ 2 മെത്തേഡാണ് പറയുന്നത്.
ഫസ്റ്റ് മെത്തേഡ് ഇസ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം പ്രിപ്പയർ ചെയ്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുക. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ചെയ്യാം. Another method is preparing in two sections. Two സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. അപ്പോൾ ചോയ്സ് ഇൻ പ്രസൻറ്റേഷൻ ആൻഡ് ബേസിക് റിക്വയർമെൻറ്റിൽ പറയുന്നത് an entity can choose the presentation. They can present the statement either as a single statement or two section or two statements. അതായത് ഒന്നുകിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ഓർ ലോസും അതർ കോംപ്രിഹെൻസീവ് ഇൻകം കൂടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. അതർവൈസ് ദേ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു സെക്ഷൻ. ഒരു സെക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. ഈ മെത്തേഡിൽ ഏത് മെത്തേഡിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ഓർഗനൈസേഷന് ചൂസ് ചെയ്യാം. That is known as choice in presentation and basic requirement. Then 11th principle is profit or loss statement. Profit or loss statementil നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് റവന്യൂ, ഗെയിൻ ആൻഡ് ലോസസ്. നമ്മളുടെ ഓർഗനൈസേഷന് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള റവന്യൂ, ഗെയിൻ and losses from disposal of assets. And expenses should be shown either by nature or by function. By nature എന്ന് പറഞ്ഞാൽ നമ്മൾ ഐറ്റം പ്രസൻറ്റ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ, പിന്നെ സ്റ്റാഫിംഗ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ എക്സെട്ര. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് നമ്മളത് ക്ലാസിഫൈ ചെയ്ത് കാണിക്കാം. ബൈ എക്സ്പെൻസസ് ബൈ ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ആ ഫങ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എക്സ്പെൻസിനെ ക്ലാസിഫൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ എക്സ്പെൻസ് ക്യാൻ ബി അനലൈസ്ഡ് ഐദർ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ് ഓർ ബൈ ഫങ്ഷൻ. അപ്പോൾ ഇതിൽ എങ്ങനെ വേണമെങ്കിലും എക്സ്പെൻസ് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കുന്നത് ആ എൻറ്റിറ്റിക്ക് ഉണ്ടാവുന്ന റവന്യൂ, ഗെയിൻ ആൻഡ് ലോസ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കുക. പിന്നെ എക്സ്പെൻസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഐദർ ബൈ നേച്ചറായിട്ടും പ്രസൻറ്റ് ചെയ്യുക ഓർ ബൈ ഫങ്ഷൻ. ആ എക്സ്പെൻസിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ ഫങ്ഷനനുസരിച്ചിട്ടും എക്സ്പെൻസിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാം. സോ 11th principle, profit or loss statement. Then 12th principle is other comprehensive income. Other comprehensive income പറയുന്നത് item should be presented and labeled in a clear and understandable manner. നമ്മൾ അതിൽ കാണിക്കുന്ന ഐറ്റംസ് കറക്റ്റായിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ഒരു ഔട്ട്സൈഡറിന്, ഒരു എക്സ്റ്റേണൽ യൂസറിന് ക്ലിയർ ആയിരിക്കണം. ഐറ്റംസ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഫ്രം പീരിയഡ് ടു പീരിയഡ്. അതായത് ഓരോ ഐറ്റവും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഈ ഇയറിൽ കാണിക്കുന്ന സെയിം ഫോമാറ്റിലായിരിക്കണം നെക്സ്റ്റ് ഇയറിലും കാണിക്കേണ്ടത്. സോ അതർ കോംപ്രിഹെൻസീവ് ഇൻകം പ്രിൻസിപ്പിളിൽ പറയുന്നത് ഐറ്റം ഷുഡ് ബി പ്രസൻറ്റഡ് ആൻഡ് ലേബിൾഡ് ഇൻ എ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാനർ ആൻഡ് ഐറ്റം ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഫ്രം പീരിയഡ് ടു പീരിയഡ്. ഒരു പീരിയഡിൽ നിന്ന് നെക്സ്റ്റ് പീരിയഡിലേക്ക് വരുമ്പോഴേക്കും സെയിം ഐറ്റംസിനായിരിക്കണം നമ്മൾ സെയിം ഫോമാറ്റിലായിരിക്കണം ആ ഐറ്റംസ് ക്ലാസിഫൈ ചെയ്ത് കാണിക്കേണ്ടത്. ദെൻ 13th principle is statement of changes in equity. Statement of changes in equity എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് ദി എമൗണ്ട് ആട്രിബ്യൂട്ടബിൾ ടു ദ ഓണേഴ്സ് ഓഫ് ദാറ്റ് എൻറ്റിറ്റി. ആ എൻറ്റിറ്റീൻ്റെ ഓണേഴ്സിന് കിട്ടേണ്ട എമൗണ്ട്, ലൈക്ക് ഡിവിഡൻറ്റ്, എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് വിച്ച് ആർ
recognized as distribution. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കേണ്ടത്. So 13th principle, statement of changes in equity. It shows the amount attributable to the owners. Then 14th principle is notes to financial statements. ഇതിൻ്റെ താഴെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ താഴെ നമ്മൾ നോട്ട്സ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. IFRS suggests that notes should be presented ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ നോട്ട്സ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫോമാറ്റിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് വിത്ത് IFRS. IFRSൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ ആയിരിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് അവർ യൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീൻ്റെ സമ്മറി, a summary of accounting policies applied and measurement basis used. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വേരിയസ് മെഷർമെൻറ്റ് ബേസസ് സച്ച് ആസ് ഹിസ്റ്ററിക്കൽ കോസ്റ്റ്, കറൻറ്റ് കോസ്റ്റ്, റിയലൈസബിൾ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ എക്സെട്ര. ഇതിൽ ഏത് ബേസിസാണ് മെഷർമെൻറ്റിന് യൂസ് ചെയ്തതെന്നും അക്കൗണ്ടിങ് പോളിസീസ്, ആ എൻറ്റിറ്റിയിലെ അക്കൗണ്ടിങ് പോളിസീസിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി ആണ് സെക്കൻഡായിട്ട് പറയുന്നത്. ദെൻ തേർഡ് IFRS സജഷൻ ഇസ് ആ എൻറ്റിറ്റിക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റിന് ആ എൻറ്റിറ്റി യൂസ് ചെയ്യുന്ന പോളിസീസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. സോ തേർഡ് നോട്ടിൽ പറയുന്നത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഓഫ് ദി എൻറ്റിറ്റി, കോൺട്രാക്ച്വൽ അൺറെക്കഗ്നൈസ്ഡ് കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ദി എൻറ്റിറ്റി, ദെൻ നോൺ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. ഇതിനെക്കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ആ നോട്ടിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ താഴെ നോട്ട് പറഞ്ഞിട്ട് കാണിച്ചിരിക്കണം. സോ 14th പ്രിൻസിപ്പിളിൽ പറയുന്നത് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. IFRS സജസ്റ്റ് സർട്ടൺ ഫോമാറ്റ്, സിസ്റ്റമാറ്റിക് ഓർഡർ ഫോർ പ്രസൻറ്റിംഗ് ദ നോട്ട്സ്. അതിൽ ഫസ്റ്റ് പറയുന്നത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയൻസ് വിത്ത് IFRS കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, അതിൽ എല്ലാ ഫോമാറ്റും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡിൽ പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസിൻ്റെ ഒരു സമ്മറി, അതേപോലെ തന്നെ മെഷർമെൻറ്റ് ബേസിസ് ഏതാണോ യൂസ് ചെയ്ത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറി കൊടുക്കാം, ഡിസ്ക്ലോഷർ പ്രസൻറ്റേഷനിൽ കൊടുത്തിരിക്കണം. ദെൻ തേർഡിൽ പറയുന്നത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ സച്ച് ആസ് എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ റിസ്ക് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്ന, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, വാട്ട് ഇസ് ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദി എൻറ്റിറ്റി, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറി താഴെ നോട്ടായിട്ട് കൊടുത്തിരിക്കണം. ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് presentation of financial elements in the financial statements. So we have discussed 14 principles. First principle was fair presentation and compliance with IFRS. Second one, consistency. Third one, materiality and aggregation. Fourth one, offsetting. Then comparative information, structure of statement of financial position, line items, format of statement of financial position, statement of profit or loss and other comprehensive income, choice in presentation and basic requirement, profit or loss statement, other comprehensive income, statement of changes in equity, and a note to the financial statements. So that's all today. Thank you, students.